ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഒന്നാമതായിട്ട് എഴുന്നേൽക്കണം, രണ്ടാമതായിട്ട് കിടക്ക എടുത്ത് നടക്കണം. ഈ രണ്ട് കാര്യവും യേശു കർത്താവ് കൽപ്പിക്കുന്നു. എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കാം. അപ്പോൾ ഒന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 38 വർഷം ആ കിടക്കയിൽ അവൻ കിടന്നു. പക്ഷേ ഇപ്പോൾ കർത്താവ് വന്ന് പറയുന്നു, എഴുന്നേൽക്കുക. എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകൾ മനുഷ്യർക്കുണ്ടാകുന്നു. ആ അവസ്ഥയിൽ നിന്നും യേശു കർത്താവ് അവരെ സഹായിക്കുന്നു. പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനത്തിൽ നിന്നും 38 വർഷമായി കെട്ടപ്പെട്ടവനായി കിടക്കയോട് ചേർത്ത് കെട്ടി ഇരിക്കുകയാണെങ്കിൽ പലർക്കും കിടക്ക വിട്ടെഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഈ സാഹചര്യത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും, പോരുകളിൽ നിന്നും, പോരാട്ടങ്ങളിൽ നിന്നും വിടുതൽ യേശു കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. വിടുതൽ നിങ്ങളുടെ അടുക്കലെത്തിയിരിക്കുകയാണ്. ആ വിടുതൽ പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നാണ് തിരുവചനം വായിക്കുന്നത്. ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കും. കിടക്ക മാറ്റി വിരിക്കുന്ന ഒരു കർത്താവ്. ഇനി നിന്നെ ബന്ധിച്ച കിടക്കയിൽ നീ കിടക്കാൻ പാടില്ല. അതിനെ എടുക്കണം. എന്നിട്ട് നീ നടക്കണം. എഴുന്നേറ്റാൽ പോരാ, നടക്കണം. അപ്പോൾ എഴുന്നേക്കാൻ പറ്റാത്ത പ്രയാസവേളകളിൽ യേശുനാഥൻ അടുത്ത് വന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കും. ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കർത്താവിനുണ്ട്. ദൈവം നമ്മളെ സഹായിപ്പാൻ കൂടെയുണ്ട്. യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അപ്പോൾ ജീവനോടെ ഇരിക്കുക, ദൈവപ്രവൃത്തികളെ വർണ്ണിക്കുക. ദൈവത്തിൻ്റെ കൈ വീര്യം പ്രവർത്തിക്കും. അങ്ങനെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും വിടുതൽ പ്രാപിച്ചെങ്കിൽ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയധികം വിടുതൽ തരുവാൻ ഈ കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. നമ്മളെ അനാഥരായിട്ടോ അനാഥയായിട്ടോ അനാഥന്മാരായിട്ടോ ഒന്നും വിടത്തില്ല ദൈവം. നമ്മുടെ അടുക്കലുണ്ട് കർത്താവ് നമ്മളെ സഹായിപ്പാൻ. നാം കിടക്കുന്ന അവസ്ഥ കണ്ട് നമ്മുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഭവനത്തിലെത്തിയിരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുക്കലെത്തിയിരിക്കുന്നു. പലതിലും പലർക്കും എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കെട്ടിയ കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെ ഉണ്ട്. അത് നല്ലൊരു മോചനം തന്ന്, വിടുതൽ തന്ന് നമുക്ക് ശക്തിയും സൗഖ്യവും സന്തോഷവും ആനന്ദവും പകരുവാൻ നമ്മെ കണ്ടവരും നമ്മെ നോക്കി നിൽക്കുന്നവരും കാണുക യേശു ക്രിസ്തുവിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ തരികയാണ്. 38 ആണ്ട് കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യനെ എല്ലാവരും കാണുന്നുണ്ട്. അത്രയും വർഷം വന്ന് സൗഖ്യം പ്രാപിച്ചവരും വിടുതൽ പ്രാപിച്ചവരും എല്ലാം കാണുന്നുണ്ട്. അവരെല്ലാവരും കാണുക യേശു കർത്താവ് അവനോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിച്ചവൻ എഴുന്നേറ്റു. അവൻ കിടക്ക എടുത്തു. എന്ത് കിടക്കയാണെന്നറിയില്ല, എന്തായാലും അവൻ കിടക്ക എടുത്തു, നടക്കാൻ തുടങ്ങി. എല്ലാവരും നോക്കുന്നു അതിശയത്തോടെ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഈ മാസവും നമുക്ക് അനുഗ്രഹത്തിൻ്റെ മാസമാക്കി തന്ന് ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കുവാൻ നമ്മളെ നോക്കി നിൽക്കുന്നവരും നമ്മളെ കാണുന്നവരും നടുവിലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അത് പ്രാപിപ്പാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് ഒരുക്കമുണ്ട്? കർത്താവ് പറയുന്നത് അനുസരിപ്പാൻ തയ്യാറാണോ? എങ്കിൽ ദൈവപ്രവൃത്തി കാണാം.
നമ്മുടെ ജീവിതത്തിൽ വിടുതൽ 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 ദൈവപിതാവ് ഒരുക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.